ക്രിപ്റ്റോ കറൻസികളെ പറ്റിയും ക്രിപ്റ്റോ മാർക്കറ്റിനെ പറ്റിയുമൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ടാവും. ഇതിൽ തന്നെ വളരെ പോപ്പുലർ ക്രിപ്റ്റോ കറൻസികളായ ബിറ്റ്കോയിൻ, ഈതർ, ലൈറ്റ് കോയിൻ എന്നിവയെ പറ്റിയുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ടാവും. എങ്കിലും ഭാവിയുടെ കറൻസി എന്ന് വിശേഷിപ്പിക്കുന്ന ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസികൾക്കെല്ലാം വളരെ കോമൺ ആയ ഒരു പ്രശ്നമാണ് അവയുടെ വിലയിലെ ക്രമാതീതമായ മാറ്റം, അഥവാ അതിൻ്റെ പ്രൈസ് വോളറ്റിലിറ്റി. 2021 ഒക്ടോബറിൽ $60,000 വിലയുണ്ടായിരുന്ന ബിറ്റ്കോയിൻ 8 മാസങ്ങൾക്കപ്പുറം ഈ ജൂൺ 2022 $32,000 നിൽക്കുന്നു. അതായത് ഏകദേശം 50% വിലയിടിവ്. എതീരിയം ബ്ലോക്ക് ചെയിനിലുള്ള ഈതറും ബിറ്റ്കോയിന് സമാനമായ വിലയിടിവും രേഖപ്പെടുത്തി. സോ ഫിയറ്റ് കറൻസി അഥവാ നമ്മുടെ നോർമൽ കറൻസി പോലെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചായി ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യം സോൾവ് ചെയ്യാനാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന സെപ്പറേറ്റ് അസറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ സ്റ്റേബിൾ കോയിൻസ് എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും വളരെ സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്റ്റേബിൾ കോയിൻ അതിൻ്റെ വേർഡ് മീനിങ് പോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ക്രിയേറ്റ് ചെയ്തവയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ കോയിൻ്റെ പ്രധാന ഉദ്ദേശവും പ്രൈസ് വോളറ്റിലിറ്റി കുറയ്ക്കുക തന്നെ. സോ ഇങ്ങനെ ഒരു പ്രൈസ് വോളറ്റിലിറ്റി ഒഴിവാക്കാനായി ഈ സ്റ്റേബിൾ കോയിൻസ് യൂഷ്വലി ഒരു റിസർവ് അസറ്റുമായാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഈ റിസർവ് അസറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മുടെ കോമൺ ഫിയറ്റ് കറൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേബിൾ കോയിൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന റിസർവ് അസറ്റ് US$ ആണ്. അതായത് ഒരു സ്റ്റേബിൾ കോയിൻ ഒരു $, ഈക്വലൻ്റ് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേബിൾ കോയിൻസിനെ പറ്റി പറയാതെയും വയ്യ. സോ അതിൽ ആദ്യത്തേത് ഫിയറ്റ് കൊളാറ്ററലൈസ്ഡ് സ്റ്റേബിൾ കോയിൻസ് ആണ്. അതായത് ഓരോ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻ സർക്കുലേഷനിലേക്ക് വരുമ്പോഴും ഓരോ $, റിസർവായി കീപ്പ് ചെയ്യും. ഈ റിസർവ് ഒരുപക്ഷെ സൂക്ഷിക്കുന്നുണ്ടാവുക ഒരു ബാങ്ക് അക്കൗണ്ടിലോ ഒരു വോൾട്ടിലോ മറ്റോ ആവാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ റിസർവുകൾ ബാങ്കിലോ ഒരു വോൾട്ടിലോ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? സോ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് കസ്റ്റോഡിയൻസ് ഈ റിസർവ്സ് റെഗുലറായി ഓഡിറ്റ് ചെയ്യുകയും ഈ റിസർവുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പോപ്പുലർ സ്റ്റേബിൾ കോയിനായ USD കോയിൻ അഥവാ USDCയുടെ പ്രൂഫ് ഓഫ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സർക്കിൾ എന്ന ഫിനാൻഷ്യൽ കമ്പനിയും അതേപോലെ കോയിൻ ബേസ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ചേർന്നതാണ്. സോ മറ്റൊരു ഡിഫറെൻറ്റ് സ്റ്റേബിൾ കോയിൻ ടൈപ്പാണ് ക്രിപ്റ്റോ കൊളാറ്ററലൈസ്ഡ് സ്റ്റേബിൾ കോയിൻസ്. DAI എന്ന സ്റ്റേബിൾ കോയിൻ ഇത്തരത്തിലൊരു ടൈപ്പാണ്. ഓരോ DAI എന്ന സ്റ്റേബിൾ കോയിനും ഒരു $യുമായാണ് ലിങ്ക് അഥവാ പെഗ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ റിസർവ് അസറ്റായി നമ്മൾ ഉപയോഗിക്കുക ഫിയറ്റ് കറൻസിക്ക് പകരം ഒരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. സോ DAI കൊളാറ്ററലൈസ് ചെയ്തിരിക്കുന്നത് എതീരിയം ബ്ലോക്ക് ചെയിനിലെ ക്രിപ്റ്റോ കറൻസിയായ ഈതർ ആയിട്ടാണ്. പക്ഷേ ഈതറിൻ്റെ പ്രൈസ് വോളറ്റിലിറ്റി വളരെ കൂടുതലായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ് യൂഷ്വലി ഓവർ കൊളാറ്ററലൈസ്ഡ് ആയിരിക്കും. അതായത് ഓരോ $100 ഈക്വലൻ്റായ DAI സർക്കുലേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് $150 ഈക്വലൻ്റായ ഈതർ അവിടെ പ്ലെഡ്ജ് ചെയ്യേണ്ടതായി വരും. എന്നാലും ഒരു DAI ഒരു $, ഈക്വലൻ്റ് ആണെങ്കിൽ പിന്നെ എന്തിനായിരിക്കും നമ്മളിങ്ങനെ ഓവർ കൊളാറ്ററലൈസ് ചെയ്യുന്നുണ്ടാവുക? അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി പറയാം. സപ്പോസ് നിങ്ങളൊരു 50 ലക്ഷം രൂപ ലോൺ എടുക്കുവാൻ ബാങ്കിൽ ചെല്ലുകയാണെങ്കിൽ ബാങ്ക് യൂഷ്വലി നിങ്ങൾ ഈടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അസറ്റിന് അറ്റ്ലീസ്റ്റ് $1 കോടി വാല്യൂ കണ്ടെങ്കിൽ മാത്രമേ ആ ലോൺ നിങ്ങൾക്ക് തരികയുള്ളൂ. കാരണം ഇൻ കേസ് നിങ്ങളുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലും ബാങ്കിന് നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇവിടെയുള്ളത്. സോ ഇതേ കാര്യം തന്നെയാണ് DAI എന്ന സ്റ്റേബിൾ കോയിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേബിൾ കോയിനാണ് കമോഡിറ്റി ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻ. ഇത്തരത്തിലുള്ള കോയിൻസ് കൊളാറ്ററലൈസ് ചെയ്യുന്നത് ഫിസിക്കൽ അസറ്റ്സ് ആയ പ്രഷ്യസ് മെറ്റൽസോ ഓയിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ ഒക്കെ വെച്ചിട്ടാവും. ഇതിൽ തന്നെ വളരെ പോപ്പുലറായ ടെതർ ഗോൾഡ് കൊളാറ്ററലൈസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആയിട്ടാണ്. അതേപോലെ പാക്സ് ഗോൾഡ് ലിക്വിഡ് ഗോൾഡ് ബാക്ക് സ്റ്റേബിൾ കോയിൻ്റെ മറ്റൊരു എക്സാമ്പിളും കൂടിയാണ്. ഇതിൽ പാക്സ് ഗോൾഡിൻ്റെ ഓരോ ടോക്കണും ഓരോ ഔൺസ് ഗോൾഡുമായാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി മറ്റൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേബിൾ കോയിനാണ് അൽഗോരിതം ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻ അഥവാ അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻസ്. ഈ അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻസ് കൊളാറ്ററലൈസ് ചെയ്യാൻ നമ്മുടെ ഫിയറ്റ് കറൻസിയോ ക്രിപ്റ്റോ കറൻസിയോ ഒന്നും ആവശ്യമില്ല. പകരം ഈ കോയിൻസിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ചില സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസും സ്മാർട്ട് കോൺട്രാക്ട്സുമാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാനതിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ സ്റ്റേബിൾ കോയിൻ്റെ 1:1 റേഷ്യോ കീപ്പ് ചെയ്യാൻ ഈ സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസ് ഓരോ സ്റ്റേബിൾ കോയിനെയും ബാക്ക് ചെയ്യാനായി ഓരോ ടോക്കൺസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ സ്റ്റേബിൾ കോയിൻ്റെ വാല്യൂ ഒരു $, ഈക്വലൻ്റ് ആക്കാൻ ആ ടോക്കൺസിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുകയാണ് ഈ സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസ് ഫോളോ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്ട്സ് അവിടെ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടെറാ ലൂണ എന്ന ക്രിപ്റ്റോ ടോക്കണിൻ്റെ എക്സാമ്പിളാവും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. സോ ടെറാ ലൂണ എന്ന ഈ ക്രിപ്റ്റോ ടോക്കൺ അൽഗോരിതമിക് സ്റ്റേബിൾ കോയിനായ UST-യുമായാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ UST എന്ന ഈ സ്റ്റേബിൾ കോയിൻ്റെ വാല്യൂ $1 ഈക്വലൻ്റ് ആക്കി വയ്ക്കുവാനാണ് ക്രിപ്റ്റോ ടോക്കണായ ലൂണ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് UST എന്ന ഈ അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻ്റെ വാല്യൂ $1 മുകളിലായാൽ
ടെറ എക്കോസിസ്റ്റത്തിലെ സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസ് യൂസേഴ്സിനെ ഇൻസെൻറ്റിവൈസ് ചെയ്ത് ടെറ ലൂണ എന്ന ടോക്കൺ കൂടുതൽ ഡിസ്ട്രോയ് ചെയ്യിക്കുകയും അതിലൂടെ UST കൂടുതൽ ക്രിയേറ്റ് ചെയ്യുകയുമാണ് അവിടെ നടക്കുക. ഇനി USTയുടെ പ്രൈസ് $1 താഴെ പോയാൽ ഇതേ സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസ് യൂസേഴ്സിനെ ഇൻസെൻറ്റിവൈസ് ചെയ്ത് കൂടുതൽ UST ബേൺ ചെയ്യിപ്പിക്കുകയും അഥവാ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ ടെറ ലൂണ എന്ന ടോക്കൺ ക്രിയേറ്റ് ചെയ്യുകയുമാണ് അവിടെ നടക്കുക. സോ എത്രത്തോളം ഈ സപ്ലൈയും ഡിമാൻഡും ഒക്കെ ബാലൻസ്ഡ് ആയി നിൽക്കുന്നോ അത്രയും സ്റ്റേബിളായി ഈ അൽഗോരിതം ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻ്റെ വാല്യൂവും നിലനിൽക്കുകയും ചെയ്യും. സോ അൽഗോരിതം ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഇതിൽ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ടെറ ലൂണ എന്ന ടോക്കണെ ബേസ് ചെയ്ത് UST എന്ന സ്റ്റേബിൾ കോയിൻ്റെ പ്രൈസ് എങ്ങനെ താഴത്തേക്ക് പോകുന്നു, അതേപോലെ ക്രിപ്റ്റോ ടോക്കണായ ടെറ ലൂണ എങ്ങനെ തകർന്നടിഞ്ഞു എന്നതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അത് കാണുക. സോ സ്റ്റേബിൾ കോയിൻസ് എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതേപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നും വളരെ സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.